ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിവീൽഡ് പ്രിഫറൻസ് തിയറിനെ കുറിച്ചാണ്. ദ മാർഷ്യൽ അപ്രോച്ച് ടു കൺസ്യൂമർ ബിഹേവിയർ വാസ് സൈക്കോളജിക്കൽ ഓർ ഇൻട്രോസ്പെക്റ്റീവ്. മോർ ഓവർ ഇറ്റ് ഇൻവോൾവ്ഡ് കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. Hicks-Allen indifference curve approach was although based upon ordinal measurement of utility, yet it fundamentally remained a psychological or introspective method. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റീനെ കുറിച്ച് പറഞ്ഞിരുന്നു. രണ്ട് മെത്തേഡാണുള്ളതെന്ന് പറഞ്ഞിരുന്നു. കാർഡിനൽ മെഷർമെൻറ്റും അതുപോലെ തന്നെ ഓർഡിനൽ മെഷർമെൻറ്റും. ആ രണ്ട് അപ്രോച്ചസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കാർഡിനൽ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയറിൽ ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഒരു സൈക്കോളജിക്കലും അതുപോലെ തന്നെ ഇൻട്രോസ്പെക്റ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഹിക്സ്-അലൻ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ ഓർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ആയിരുന്നു. എന്നാൽ ഇതിലും പറയുന്നത് എന്താ, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിരിക്കും, അതുപോലെ തന്നെ ഒരു ഇൻട്രോസ്പെക്റ്റീവ് അപ്രോച്ചസിൻ്റെ ബേസിലായിരുന്നു. അപ്പോൾ ഈ രണ്ട് മെത്തേഡും മെയിനായിട്ട് ഇവിടെ ഈ ഒരു ബേസിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. An important contribution in the theory of consumer behavior has been made by Paul Samuelson through the development of revealed preference theory. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ തിയറീൻ്റെ ആ ഒരു ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പോൾ സാമുവൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള എക്കണോമിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ബിഹേവിയർ ഓഫ് consumer revealed in the market through the purchase of a specific combination in preference to the other combination of goods. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് കൺസ്യൂമറിൻ്റെ ആക്ച്വൽ ബിഹേവിയർ എന്ന് പറയുന്നത് മാർക്കറ്റിലാണ് റിവീൽ ചെയ്യപ്പെടുക. അതായത് ഒരു സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് ഗുഡ് മറ്റു കോമ്പിനേഷൻ ഓഫ് ഗുഡിനേക്കാളും പ്രിഫർ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അവരുടെ ആക്ച്വൽ ബിഹേവിയർ എന്ന് പറയുന്നത് വെളിവാകുന്നത്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് രണ്ട് ഗുഡിൻ്റെ ഉണ്ടെന്ന് വിചാരിക്കുക. ഗുഡ്സിൻ്റെ സെവറൽ കോമ്പിനേഷൻസ് അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. കൺസ്യൂമർ ഈ എ മാത്രം ചൂസ് ചെയ്ത് പ്രിഫർ ചെയ്തിട്ട് ബാക്കി എല്ലാം കോമ്പിനേഷൻസും റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൺസ്യൂമർ ആ ഒരു മാർക്കറ്റിൽ അവരുടെ പ്രിഫറൻസ് റിവീൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. റിവീൽഡ് പ്രിഫറൻസ് തിയറി ആസ് ബിഹേവിയറിസ്റ്റിക് ordinalist approach because first it make use of behavioristic method and secondly it follows the ordinalistic approach of comparing the alternative combination of goods. ഇപ്പോൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റും ആണ്, അതുപോലെ തന്നെ ഒരു ഓർഡിനലിസ്റ്റിക് അപ്രോച്ചാണ്. കാരണം ഫസ്റ്റ് അവർ യൂസ് ചെയ്യുന്നത് ബിഹേവിയറിസ്റ്റിക് മെത്തേഡാണ്, കാരണം ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ് സെലക്ട് ചെയ്യുന്നതിലൂടെ. സെക്കൻഡായിട്ട് അവർ ഫോളോ ചെയ്യുന്നത് ഓർഡിനലിസ്റ്റിക് അപ്രോച്ചാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സുമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ അവർ കമ്പയർ ചെയ്യും, എന്നിട്ടായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് റിവീൽഡ് പ്രിഫറൻസ് തിയറീൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ആ തിയറിയിലേക്ക് കൂടുതൽ പോകാം. The revealed preference theory developed by Paul Samuelson in 1938 is based upon a hypothesis which is termed as preference hypothesis. 1938 പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് എന്ന ഹൈപ്പോത്തിസിസിനെ ബേസ് ചെയ്തുകൊണ്ട് പോൾ സാമുവൽസൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ് ദ റിവീൽഡ് പ്രിഫറൻസ് തിയറി. അപ്പോൾ 1938 ഇദ്ദേഹം ഇത് കൊണ്ടുവന്നത്. ആ എക്കണോമിസ്റ്റാണ് പോൾ സാമുവൽസൺ ആണ്. അദ്ദേഹം ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് ആണ്. According to this hypothesis, if there are several alternating combinations of two commodities available to the consumer in the market and the consumer select the combination A out of them to be purchased by him, it means the consumer has revealed his preference through the choice of combination A. ഈ ഒരു ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ട് കമ്മോഡിറ്റീസിൻ്റെ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ആ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ കൺസ്യൂമർ സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷൻ എ ആയിരിക്കും. ബാക്കിയെല്ലാം കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് അവർ റിജക്റ്റ് ചെയ്തുകൊണ്ട് എ എന്ന് പറയുന്ന കോമ്പിനേഷൻ അവർ സെലക്ട് ചെയ്യും. ഇതിലൂടെ അവരവരുടെ പ്രിഫറൻസ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻ എ തിരഞ്ഞെടുത്ത ആ ചോയ്സസിലൂടെ അവരുടെ ആ ഒരു പ്രിഫറൻസ് അവർ റിവീൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ദ പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് ഓഫ് സാമുവൽസൺ ഇംപ്ലൈസ് ദാറ്റ് ചോയ്സ് റിവീൽസ് പ്രിഫറൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാമുവൽസണിൻ്റെ ഈ പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് വെളിവാക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോയ്സ് റിവീൽസ് പ്രിഫറൻസ്. ഒരാളുടെ ചോയ്സാണ് അവരുടെ പ്രിഫറൻസിനെ മുൻഗണനയെ
വെളിവാക്കുന്നത്, അത് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഈ ചോയ്സ് റിവീൽസ് പ്രിഫറൻസ് എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അത് ഏത് പ്രിഫറൻസുമായിട്ട് ഏത് തിയറി ആയിട്ട് ഹൈപ്പോത്തിസിസ് ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ ചോയ്സ് റിവീൽസ് പ്രിഫറൻസ് എന്നാണ്. ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കൺസിഡേർഡ് superior to the other combination, it means all rejected combinations are considered inferior to combination A. ഇപ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തു, അത് സുപ്പീരിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ എ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എനേക്കാളും ഇൻഫീരിയർ ആയിട്ടാണ് നമ്മൾ കാണുക. വൺസ് കൺസ്യൂമർ ഹാസ് റിവീൽഡ് ഹിസ് പ്രിഫറൻസ് ഫോർ കോമ്പിനേഷൻ എ, ഒരിക്കൽ കൺസ്യൂമർ അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ എയോടുള്ള പ്രിഫറൻസ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സാമുവൽസൺ ഹി വിൽ ഓൾവേസ് അക്സെപ്റ്റ് കോമ്പിനേഷൻ എ, അവർ എല്ലായ്പ്പോഴും കോമ്പിനേഷൻ എ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ആൻഡ് റിജക്ട് ദ അതർ കോമ്പിനേഷൻസ് വെൻ എവർ ദേ വിൽ അഗെയിൻ അപ്പിയർ ബിഫോർ ഹിം. അപ്പോൾ അതുപോലെ തന്നെ മറ്റു കോമ്പിനേഷൻസ് എല്ലാം അവരുടെ മുമ്പിൽ എപ്പോൾ വന്നാലും അവരത് റിജക്റ്റ് ചെയ്യും. ഇനി റിവീൽഡ് പ്രിഫറൻസ് തിയറിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി എന്നാണ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്, എക്സ് കമ്മോഡിറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ വൈ ആക്സിസിൽ വൈ കമ്മോഡിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഗ്രാഫിൽ പറഞ്ഞ് നോക്കാം. കൺസ്യൂമറിൻ്റെ ഇൻകം അതുപോലെ തന്നെ രണ്ട് കമ്മോഡിറ്റീൻ്റെ പ്രൈസസിനെ ബേസ് ചെയ്തിട്ടുള്ള തന്നിട്ടുള്ളൊരു പ്രൈസ് ലൈനാണ് അല്ലെങ്കിൽ ബജറ്റ് ലൈനാണ് ഈ P1 എന്ന് പറഞ്ഞിട്ടുള്ള ബജറ്റ് ലൈൻ. അപ്പോൾ ഈ ഒരു പ്രൈസ് ലൈൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന ഒരു പ്രൈസ് ഇൻകം സിറ്റുവേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു തന്നിരിക്കുന്ന പ്രൈസ് ഇൻകം സിറ്റുവേഷനിൽ കൺസ്യൂമറിന് ഈ ഒരു P1 ഉള്ളിലുള്ള കോമ്പിനേഷനും അതുപോലെ തന്നെ P1 തന്നെയുള്ള കോമ്പിനേഷൻസിലെ ആ ലൈനിലുള്ള കോമ്പിനേഷൻസും വാങ്ങിക്കാൻ പറ്റും. അതായത് P1 ലെഫ്റ്റ് സൈഡിലുള്ള കോമ്പിനേഷനും P1 ഉള്ളിൽ ആ ഒരു ലൈനിൽ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ P1 പുറത്ത് അതായത് റൈറ്റ് സൈഡിലുള്ള കോമ്പിനേഷന് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തിന് OPP1 എന്ന് പറഞ്ഞിട്ടൊരു ട്രയാങ്കിളാണെന്ന് വിചാരിക്കുക. ആ OPP1 ഉള്ളിലുള്ളതും ആ ട്രയാങ്കിളിൽ ഉള്ളതുമായിട്ടുള്ള കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് കൺസ്യൂമറിന് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ ഈ ട്രയാങ്കിളിൻ്റെ പുറത്തുള്ള ഒരു കോമ്പിനേഷനും കൺസ്യൂമറിന് വാങ്ങിക്കാൻ പറ്റില്ല. ഇവിടെ ABCDEF എന്ന് പറഞ്ഞിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ABC എന്ന് പറഞ്ഞ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ആ ഒരു P1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. ഡിയും ഇ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻസ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ട്രയാങ്കിളിന് ഉള്ളിലായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് കൺസ്യൂമറിന് ചൂസ് ചെയ്യുകയും വാങ്ങിക്കുകയും ചെയ്യാം. എന്നാൽ അതിന് പുറത്തുള്ള എഫ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഒരിക്കലും കൺസ്യൂമറിന് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം അത് അവരുടെ പർച്ചേസിങ് പവറിന് ബിയോണ്ടാണ്, അതായത് പർച്ചേസിങ് പവറിന് അപ്പുറത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിന് ബാക്കിയുള്ള എഫ് ഒഴികെയുള്ള ബാക്കിയുള്ള കോമ്പിനേഷൻസ് ആയിട്ടുള്ള ABCDE എന്ന് പറയുന്നത് വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ കൺസ്യൂമർ ഈ എല്ലാ കോമ്പിനേഷൻസ് ഇപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ ചൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ന് പറയുന്ന കോമ്പിനേഷൻസ് അവർ ചൂസ് ചെയ്ത് കഴിയുന്നതിലൂടെ അവരുടെ പ്രിഫറൻസ് ആ ഒരു മാർക്കറ്റിൽ അവരുടെ പ്രിഫറൻസ് റിവീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ കൺസ്യൂമറിന് OR എന്ന് പറഞ്ഞിട്ട് Y ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ OQ X ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രൈസ് ഇൻകം സിറ്റുവേഷനിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ ABCDE എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻസ് അവർക്ക് കിട്ടുകയാണെങ്കിൽ കൂടിയും ആ ഡിഫറെൻറ്റ് പ്രൈസ് ഇൻകം സിറ്റുവേഷനിലും ഈ A എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. BCDE എന്ന് പറഞ്ഞിട്ടുള്ള അതർ കോമ്പിനേഷൻസൊക്കെ അവർ വീണ്ടും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കൺസ്യൂമർ ഒരിക്കലും ഇൻഡിഫറൻ്റ് ആയിരിക്കില്ല അവരുടെ ചോയ്സിൽ. അവർക്ക് എപ്പോഴും എന്ന് പറയുന്ന ഓർഡർ ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഡെഫിനിറ്റീവ് ആയിരിക്കും, സ്ട്രോങ്ങും ആയിരിക്കും. ഒരു തവണ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചോയ്സസിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. അത് അവരുടെ ഡെഫിനിറ്റീവ് സ്ട്രോങ്ങും ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രാഫ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു റിവീൽഡ് പ്രിഫറൻസ് തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻസ് ആണ്. സാമുവൽസൺ റിവീൽഡ് പ്രിഫറൻസ് തിയറി റെസ്റ്റ് അപ്പോൺ ദ ഫോളോയിങ് മെയിൻ അസംഷൻസ്. ഫസ്റ്റ് വൺ റേഷണാലിറ്റി ആണ്, സെക്കൻഡ് വൺ സ്ട്രോങ് ഓർഡറിങ്, തേർഡ് വൺ കൺസിസ്റ്റൻറ്റ്, ഫോർത്ത് വൺ ട്രാൻസിറ്റിവിറ്റി, ഫിഫ്ത്ത് വൺ ഫിക്സിറ്റി ഓഫ് ടേസ്റ്റ്,
സിക്സ്ത് വൺ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ അസംഷന് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് റേഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു എക്കണോമിക്സ് പഠിച്ച എല്ലാവർക്കും അറിയാം. ഈ റേഷണാലിറ്റി എന്ന് പറയുന്നത് റാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർ എപ്പോഴും അവരുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നിൽക്കുക. നമ്മളെങ്ങനെ തന്നെ നിൽക്കുക. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഗുണമുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നത്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും യൂട്ടിലിറ്റിയും മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ദ തിയറി അസ്യൂംസ് ദാറ്റ് ദ കൺസ്യൂമർ ഈസ് റാഷണൽ. റാഷണൽ ഉദ്ദേശിക്കുന്നത് എന്താ? കൺസ്യൂമർ മാക്സിമൈസ് ദ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു തിയറിയിൽ ദ റാഷണാലിറ്റി അസംഷൻ ഇൻ ഹിസ് തിയറി ഇംപ്ലൈസ് ദാറ്റ് the rational consumer prefers a combination of goods which includes more quantities to the combination that includes lesser quantities of goods. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കോമ്പിനേഷൻ, ഇപ്പോൾ ഒരു കോമ്പിനേഷൻ പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റ് കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ അതിൽ ക്വാണ്ടിറ്റീസ്, ആ ഒരു ഗുഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. അങ്ങനെയുള്ളതായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഉണ്ട് വിചാരിക്കുക. ഒരു ഗുഡിൻ്റെ 3 ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ആണുള്ളത്. അപ്പോൾ എയിലെന്ന് പറയുന്നത് 10 എണ്ണമാണ് ആ ഗുഡ്സ് ഉള്ളതെന്ന് വിചാരിക്കുക. ബിയിലെന്ന് പറയുന്നത് 5 എണ്ണം ഉള്ളൂ. സിയിലെന്ന് പറയുന്നത് 10 എണ്ണം ഉണ്ട്. സിയിലെന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ കൺസ്യൂമർ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഏതാ? ആ ഗിവൺ പ്രൈസ് ഇൻകം സിറ്റുവേഷനിലുള്ള 3 കോമ്പിനേഷൻസ് ആണ് ഇവിടെ എ ബി സി. അപ്പോൾ ഗിവൺ പ്രൈസ് ഇൻകം സിറ്റുവേഷനിൽ നമുക്ക് 10 എണ്ണം ആ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നതല്ല ലാഭം. ഈ 5 എണ്ണം ആ തന്നിരിക്കുന്ന നമ്മുടെ പ്രൈസ് ഇൻകം സിറ്റുവേഷനിൽ 5 എണ്ണവും അതുപോലെ തന്നെ 3 എണ്ണവും നമ്മൾ കൊടുത്ത് വാങ്ങിയേക്കാളും നല്ലത് നമുക്ക് എപ്പോഴും നമ്മൾ ആ കോമ്പിനേഷൻ, ഏറ്റവും കൂടുതലുള്ള കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള കോമ്പിനേഷൻ ഏതാ? ഇവിടെ എ ആണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള കോമ്പിനേഷൻ. അപ്പോൾ നമ്മളെന്താ എപ്പോഴും ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. കൺസ്യൂമർ എന്ന് പറയുന്നത് പ്രിഫർ ചെയ്യുന്നത് ദ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് വിച്ച് ഇൻക്ലൂഡ് മോർ ക്വാണ്ടിറ്റി ടു ദ കോമ്പിനേഷൻ ദാറ്റ് ഇൻക്ലൂഡ് ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉള്ള ക്വാണ്ടിറ്റി ഉള്ളതായിരിക്കും അവർ സെലക്ട് ചെയ്യുക, കുറവുള്ളതായിരിക്കില്ല സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത് സ്ട്രോങ് ഓർഡറിങ്. Unlike Hicks-Allen indifference curve theory, Samuelson assumes that the consumer has a definite and strong order of preference. നേരത്തെ നമ്മൾ ആ ഗ്രാഫ് പറഞ്ഞപ്പോൾ ആ ഫിഗർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഡെഫിനറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ഓർഡർ ഓഫ് പ്രിഫറൻസ് തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ഹിക്സ്-അലൻ ഇൻഡിഫറൻസ് കർവ് തിയറിയിൽ അങ്ങനെയാണോ? അല്ല. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ സ്ട്രോങ് ഓർഡർ ഓഫ് പ്രിഫറൻസ് ആണുള്ളത്. ദ ചോയ്സ് ഓഫ് എ പർട്ടിക്കുലർ കോമ്പിനേഷൻ ഔട്ട് ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ റിവീൽസ് ഡെഫിനിറ്റ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ആൻഡ് എനി പോസിബിലിറ്റി ഓഫ് ഇൻഡിഫറൻസ് അബൌട്ട് ദ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ സ്റ്റാൻഡ്സ് കംപ്ലീറ്റ്ലി റൂൾഡ് ഔട്ട്. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ചോയ്സ് ഓഫ് കോമ്പിനേഷൻ, ഒരു വേരിയസ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രിഫറൻസ് എന്ന് പറയുന്നത് റിവീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അവിടെ ഇൻഡിഫറൻ്റ് ആവുന്ന ആ ഒരു പോസിബിലിറ്റിയൊക്കെ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ കാണുമ്പോൾ നമ്മൾ ഇൻഡിഫറൻ്റ് ആവുന്ന ഒരു പോസിബിലിറ്റിയൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി റൂൾഡ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ഓർഡറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ ചോയ്സ് പ്രിഫറൻസ് നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റമില്ല, അത് സ്ട്രോങ് ആയിരിക്കും, ഡെഫിനിറ്റും ആയിരിക്കും. ദർ ഇസ് നോ ചാൻസസ് ഫോർ ഇൻഡിഫറൻറ്റ്. പിന്നെ കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? ഈ ഒരു റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അസംഷനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ് ഓർ കോൺട്രാഡിക്ഷൻ ഇൻ ദ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൽ, ആ ചോയ്സസിൽ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റും ഒരു കോൺട്രാഡിക്ഷനും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 2 കോമ്പിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എയും ബിയും എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ, 2 കോമ്പിനേഷനാണുള്ളത്. ആ ഒരു കോമ്പിനേഷനിൽ കൺസ്യൂമർ ചോയ്സ് ചെയ്യുന്ന കോമ്പിനേഷൻ എ ആയിരിക്കും. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഒരു ബിഹേവിയർ ഇവിടെ കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇഫ് ഹി ഓൾവേസ് ചൂസ് എ റാദർ ദാൻ ബി, എപ്പോഴും അവർ എ തന്നെയായിരിക്കും ചൂസ് ചെയ്യുക, ബി ആയിരിക്കില്ല ചൂസ് ചെയ്യുക. വെൻ എവർ 2 കോമ്പിനേഷൻസ് ബിക്കം അവൈലബിൾ ടു ഇപ്പോൾ എയും ബി എന്ന് പറഞ്ഞാൽ 2 കോമ്പിനേഷൻ അവർക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ അവരെപ്പോഴും എ എന്ന് പറയുന്ന കോമ്പിനേഷൻ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ എ എന്ന് പറയുന്നത് പ്രിഫേർഡ് ടു ബി ആണ്, ബി ഈസ് നോട്ട് പ്രിഫേർഡ് ടു എ ആണ്. അതായത് എ ബി എന്ന് പറഞ്ഞിട്ട് 2 കോമ്പിനേഷൻ ഇടയിൽ കൺസ്യൂമറിന് മാറ്റമൊന്നുമില്ല, അവരെ ചോയ്സിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. എ അവിടെ ഉണ്ടോ? ആ 2 കോമ്പിനേഷനാണോ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്?
കൺസ്യൂമർ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എ ഈസ് പ്രിഫേർഡ് ടു ബി ആൻഡ് ബി ഈസ് നോട്ട് പ്രിഫേർഡ് ടു എ. അപ്പോൾ സോ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. പിന്നെ അപ്പോൾ ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ എ, അവിടെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ട്രാൻസിറ്റിവിറ്റി, ഇഫ് ഔട്ട് ഓഫ് 3 കോമ്പിനേഷൻ, ഇപ്പോൾ അവിടെ 3 കോമ്പിനേഷൻ ഉണ്ട് വിചാരിക്കുക. അടുത്ത ഒരു അസംഷനാണ് ട്രാൻസിറ്റിവിറ്റി. ഇപ്പോൾ 3 കോമ്പിനേഷൻസ് ഉണ്ട് വിചാരിക്കുക. എ ബി സി എന്നിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ആ ഒരു കോമ്പിനേഷനിൽ എ എന്ന് പറയുന്നത് ബി ആയിട്ട് പ്രിഫർ ചെയ്തു, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എ സി ആയിട്ട് പ്രിഫർ ചെയ്തു വിചാരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് ബി, ഇപ്പോൾ 3 കോമ്പിനേഷനാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി ആണ്. എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷേ ബി ഇസ് ഗ്രേറ്റർ ദാൻ എ അല്ല കേട്ടോ. പക്ഷേ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സി ആണ്. അപ്പോൾ ഇവിടെ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് പറയുകയാണ് എന്താ ഈ ട്രാൻസിറ്റിവിറ്റി ഇംപ്ലൈസ് ചെയ്യുന്ന കോമ്പിനേഷൻ എ എന്ന് പറയുന്നത് സി ആയിട്ട് നമ്മളെപ്പോഴും പ്രിഫേർഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 10, നേരത്തെ പറഞ്ഞ പോലെ 10 ഗുഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നതിൽ നമ്മൾ 5 ഗുഡ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നതിൽ 3 ഗുഡ്സ് ആണ് വിചാരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. പ്രിഫർ ചെയ്യുന്ന നമ്മൾ ഏതായിരിക്കും? എ ആയിരിക്കും. എയും ബിയും ഉള്ളപ്പോൾ നമ്മൾ എ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ബിയും സിയും ഉള്ളപ്പോൾ എന്താ നമ്മൾ എയും എ ഇല്ല ഇവിടെ. അപ്പോൾ ബിയും സിയും ഉള്ളപ്പോൾ നമ്മൾ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? ബി ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ 3 കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ എ ഇസ് ഗ്രേറ്റർ ദാൻ ബി ആണ്, ബി ഇസ് ഗ്രേറ്റർ ദാൻ സി ആണ്. പക്ഷേ ഇവിടെ എന്താ ദെൻ എ എപ്പോഴും സിനേക്കാളും കൂടുതലായിരിക്കും. അത് നമുക്കത് എ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ എ എന്ന് പറയുന്നത് നമുക്ക് സിനേക്കാളും പ്രിഫർ ചെയ്യാൻ, എ ഈസ് ഓൾസോ പ്രിഫേർഡ് ടു സി. ഇനി അടുത്ത് ഫിക്സിറ്റി ഓഫ് ടേസ്റ്റ് ആണ്. ഫിക്സിറ്റി ഓഫ് ടേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇൻ ദിസ് തിയറി ഇറ്റ് ഈസ് സപ്പോസ് ടു that the taste of the consumer are fixed so that the consumer can be consistent in his choice about the combination of goods. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു എ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ 3 കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ കൺസ്യൂമർ ആ ഒരു കോമ്പിനേഷനിൽ ചേഞ്ച് ഇല്ലാതെ എപ്പോഴും ഒരു വട്ടം അത് റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് സെലക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, കൺസ്യൂമറിൻ്റെ ടേസ്റ്റും പ്രിഫറൻസ് അവിടെ എപ്പോഴും എന്താ ഫിക്സ്ഡ് ആയിരിക്കും. ഈ ടേസ്റ്റും പ്രിഫറൻസും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ ചോയ്സസിൽ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ടേസ്റ്റും പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡാണ്. ഈ ഒരു അപ്രോച്ചിൽ അസംഷൻ നട്ടോ സമ്മേഷൻ കൊടുത്തേക്കുന്ന അസംഷൻ is also taken that the income elasticity of demand for the commodities that the consumer has been buying is positive. അപ്പോൾ ഇവിടെ ചില പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്ന കമ്മോഡിറ്റീസിന് എപ്പോഴും പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡാണ്. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. അവിടെ ഇൻകം കൂടുമ്പോൾ എന്താ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്, നമ്മൾ ബൈ ചെയ്യുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല അവിടെ ഉണ്ടാകുന്നത്, പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ട് കമ്മോഡിറ്റി ഒരിക്കലും ഒരു ഗിഫൺ ഗുഡ് ആയിരിക്കില്ല. അതെന്ന് പറഞ്ഞൊരു ഒന്നെങ്കിൽ നോർമൽ ഗുഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഗുഡ് ആയിരിക്കും കൺസ്യൂമർ വാങ്ങിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അസംഷൻസ് എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. റാഷണാലിറ്റി ആണ്, സ്ട്രോങ് ഓർഡറിങ്, ട്രാൻസിറ്റിവിറ്റി, ഫിക്സിറ്റി ഓഫ് ടേസ്റ്റ്, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ലോ ഓഫ് ഡിമാൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മാർഷ്യലിൻ്റെ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ദാറ്റ് other things remain in the same, more quantity of a commodity is brought at a lower price at lesser rate at a higher price. നമ്മൾ തുടക്കത്തിൽ ഡിമാൻഡ് തിയറിനെ കുറിച്ച് ഡിമാൻഡ് അനാലിസിസിൽ പറഞ്ഞിരുന്നു. ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു പറഞ്ഞിരുന്നു. സാമുവൽസൺ റീട്രേറ്റഡ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ത്രൂ ഹിസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. അപ്പോൾ സാമുവൽസൺ എന്ന് പറയുന്ന ഈ ഒരു ഡിമാൻഡും പ്രൈസ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ ഒന്ന് റീട്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അസംഷനിൽ പറയുന്നത് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദ ഡിമാൻഡ് തിയറം ടേംഡ് ആസ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസംഷൻ തിയറി വാസ് സ്റ്റേറ്റഡ് ബൈ ഹിം ആസ് ഫോളോസ്. അപ്പോൾ ഈ പോൾ സാമുവൽസണിൻ്റെ ഈ ഒരു ഡിമാൻഡ് തിയറത്തിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസംഷൻ തിയറി എന്ന് പറയുന്നത്. അതനുസരിച്ച് എനി ഗുഡ്,
അത് സിമ്പിൾ ആയിക്കോട്ടെ കോമ്പോസൈറ്റ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് നോൺ ഓൾവേസ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അതെന്ന് പറയുന്നത് വെൻ മണി ഇൻകം എലോൺ റൈസസ് മസ്റ്റ് ഡെഫിനിറ്റ് ഷ്രിങ്ക് ഇൻ ദ ഡിമാൻഡ് ദ പ്രൈസ് അലോൺ റൈസസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏത് ഗുഡ് ആയിക്കോട്ടെ, സിമ്പിളോ കോമ്പോസൈറ്റ് ഗുഡ് ആയിക്കോട്ടെ, അവരുടെ മണി ഇൻകം റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ മാർഷേലിയൻ ലോ ഓഫ് ഡിമാൻഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് തിയറത്തിനെ ടേം ചെയ്തിരിക്കുന്നതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസംഷൻ തിയറി.